അതായത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്തടക്കം ബന്ധം പുലർത്തുന്നു. അത് മാത്രവുമല്ല, ഈ യുവതിയുടെ മൊഴി അനുസരിച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു ഘട്ടം, അതാകട്ടെ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വന്ന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത ദിവസമാണ്. അത് മനസ്സിലാക്കുന്നിടത്തോളം രാഹുൽ മാങ്കൂട്ടം തന്നെ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിയന്തര പ്രമേയം സഭയിൽ അവതരിപ്പിച്ച ദിവസം അന്നും ഈ പറയുന്നത് പോലെയുള്ള ശാരീരിക ബന്ധം നടന്നു എന്നാണ് യുവതി പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നാണവും മാനവും ഇല്ലാത്ത സ്ത്രീകളാണോ ഈ കേരളത്തിൽ ജീവിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആരാണ് ഒരു സ്ത്രീയുടെ നാണവും മാനവും നിശ്ചയിക്കുന്നത്? ഏറ്റവും കൂടുതൽ മാന്യമായിട്ട് ജീവിക്കുന്ന ഞാൻ പറഞ്ഞോട്ടെ, മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകൾക്കും കൂടി അപമാനമാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ. കാരണമെന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ ആരുടെയെങ്കിലും കൂടെയൊക്കെ ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാരുമായിട്ട് സൗഹൃദം കൂടി കിടപ്പറ പങ്കിട്ടിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് നിയമമാണ് ഒരു സ്ത്രീക്ക് പലരുമായി ശാരീരിക ബന്ധം പാടില്ല എന്ന് അനുശാസിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് ആ നിയമത്തിന്റെ പരിരക്ഷ രാഹുൽ മാങ്കൂട്ടത്തിനും ഉണ്ടാവണം. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടമാകട്ടെ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ അതിന് പരസ്പരമായ ഉഭയകക്ഷി സമ്മതം വേണം. അതാണ് ഉണ്ടായിരുന്നത്. അതില്ല എന്ന് യുവതി ഇപ്പോൾ പറയുമ്പോൾ അതാണ് പ്രധാനപ്പെട്ടതായി ഞാൻ ചോദിക്കട്ടെ, ഒരു പെൺകുട്ടിയെ എത്ര പ്രാവശ്യം പീഡിപ്പിക്കാൻ പറ്റും? എത്ര പ്രാവശ്യം? താങ്കൾ പറഞ്ഞ ഒരു പ്രാവശ്യമേ പറ്റത്തുള്ളൂ. ഈ സ്ത്രീയും ഒരു സ്ത്രീയുടെ മാനം എന്നത് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അപമാനമാണ്. അത് പല പുരുഷന്മാരോടൊപ്പം കഴിഞ്ഞു അല്ലെങ്കിൽ പല പുരുഷന്മാരോട് സൗഹൃദം പുലർത്തുക. ഇതാരാണ് നിശ്ചയിക്കുന്നത്? നമ്മുടെ സംസ്കാരം അതാണോ? നമ്മൾ വിവാഹം കഴിഞ്ഞ പുരുഷനുമായിട്ടാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത്. അതിൽ നിന്നാണ് കുട്ടി ഉണ്ടാവേണ്ടത്. അല്ലാതെ അന്യപുരുഷനുമായിട്ട് അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ പോലും ഭാര്യമാർ ഭർത്താക്കന്മാർക്കെതിരെ ആരോപണങ്ങൾ പടച്ചുവിടുന്ന ഒരു കാലഘട്ടമാണ്. വെറുതെ പറയുകയാണ്. കാരണം മറ്റുള്ള പുരുഷന്റെ സ്നേഹം പിടിച്ചു പറ്റുവാൻ വേണ്ടിയിട്ട്. പ്രത്യേകം രാഹുൽ മാങ്കൂട്ടം വേറൊരു വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം കഴിക്കാത്ത ഒരു വ്യക്തി ആ ബന്ധത്തിൽ വേറെ എന്തൊക്കെ ഉണ്ടെന്നുള്ള ഒരു ധാരണ ഉണ്ടാവും. അത് നമുക്കൊക്കെ ഉണ്ടായിരുന്നു. വിവാഹം കഴിക്കുന്നതിന് സ്വാഭാവികമായിട്ട് ഏതൊരു പുരുഷനും ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു ഒരു പെണ്ണിന്റെ ശരീരത്തോടുള്ള കൂടുതൽ അമിതമായിട്ടുള്ള ഒരു ആകാംക്ഷ അത് ഉണ്ടാകുന്നതാണ്. സ്വാഭാവികമല്ല. ഞാൻ ചോദിച്ചത്, താങ്കൾ പറയുന്ന ഈ പുരുഷനും സ്ത്രീക്ക് മാത്രമാണോ മാന്യതയുള്ളൂ? സ്ത്രീക്ക് മാത്രമാണോ ഇതൊക്കെ ബാധകം? തന്നെയാണ് എനിക്ക് ചോദിക്കാൻ. അല്ല അജിത് കുമാർ, താങ്കൾ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു സ്ത്രീ ചിരിച്ചു കാണിച്ചാലോ മെസ്സേജ് അയച്ചാലോ വശീകരിച്ചാലോ അതിന് പിന്നാലെ പോയാൽ അപ്പോൾ പുരുഷൻ ഈ മാന്യതയൊന്നും ബാധകമല്ലേ? പുരുഷനാണെന്ന് മാന്യതയുള്ള സ്ത്രീക്ക് മാന്യത ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ഭർത്താവ് കൂടെ ഉണ്ടായിരിക്കുമ്പോൾ വേറൊരു അന്യപുരുഷനുമായിട്ട് അയാൾക്ക് മെസ്സേജ് അയച്ച് അയാളുമായിട്ട് സൗഹൃദം കൂടാൻ പോകുന്നത് മാന്യത ഇല്ലായ്മയാണ്. അപ്പോൾ ഈ ഭർത്താവുള്ള കാര്യം അറിയാവുന്ന രാഹുൽ മാങ്കൂട്ടം ആ മാന്യത എന്തുകൊണ്ട് കാണിച്ചില്ല? അവിടെ എന്ത് പറഞ്ഞു എന്ന് നമ്മൾ നോക്കണം. ഏത് രീതിയിലാണ് അദ്ദേഹത്തെ വശീകരിച്ചെടുത്തത്? അത് അദ്ദേഹം ഇതേവരെ പുറത്ത് പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് താങ്കൾ വശീകരിച്ചു എന്ന് പറയുന്നത്? തിരിച്ച് താങ്കൾ തന്നെ പറയുന്നു ഏത് രീതിയിലാണ് വശീകരിച്ചത് എന്ന് രാഹുൽ മാങ്കൂട്ടം പറയുന്നില്ല. പിന്നെ താങ്കൾ പറയുന്നു വശീകരിച്ചതാണ്. അല്ലാതെ സംഭവിക്കില്ലല്ലോ. വശീകരിക്കാതെ ഒരു കാരണവശാലും അദ്ദേഹം വിളിക്കുന്നിടത്തോ അല്ലെങ്കിൽ ഈ പെൺകുട്ടി വിളിച്ചെടുത്തോ അത് തിരിച്ചാകാൻ പാടില്ല എന്നുണ്ട്. ഏത് രീതിയിലായിരിക്കും? അതാണ് ചോദിച്ചത്. രാഹുൽ മാങ്കൂട്ടം തിരിച്ച് വിവാഹ വാഗ്ദാനം അടക്കം നൽകിയിരുന്നോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? എന്താണ് ഈ പറയുന്നത്? വിവാഹ വാഗ്ദാനം നൽകിയു? ഓൾറെഡി വിവാഹിതയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ എവിടെ എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ പറ്റും? അത് വെറും എന്താ പറയുക, ഈ പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണോ ഇത്? എന്താ പറയുക, ഒരു തിരിച്ചറിവും ഇല്ലാത്തൊരു പെൺകുട്ടിയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം. സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഉണ്ടാകുന്ന ചില കുട്ടികളെ സ്വാഭാവികമായിട്ട് നമുക്ക് പ്രലോഭിപ്പിച്ചെന്നൊക്കെ പറയാം. ഇവിടെ എന്താ പറയുക, ഒരു മാധ്യമ പ്രവർത്തകയാണ്. അത് പറയുന്ന കാര്യം തന്നെ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അത്രയും അറിവുള്ള ഒരു വ്യക്തി ഈ ഇങ്ങനെ ഒരു പുരുഷനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ പല പ്രാവശ്യം ബന്ധപ്പെട്ടതിന് ശേഷം അയാൾ പീഡിപ്പിച്ചു എന്ന് പൊതുസമൂഹത്തോട് പറയുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സാധാരണ സ്ത്രീകൾക്ക് തന്നെ അപമാനമല്ലേ? അതാണ് ഞാൻ താങ്കളോട് ആവർത്തിച്ച് ചോദിക്കുന്നത്. താങ്കൾ പറയുന്നു അതായത് ഈ സ്ത്രീയാണ് വശീകരിച്ചത് എന്ന് പറയുന്നു. ഇത് തിരിച്ചു പാടില്ല എന്ന് താങ്കൾ എന്താണ് ഉറപ്പിച്ച് പറയാൻ കാരണം? കാരണം ഒരു ജനപ്രതിനിധിയാണ്. പലതരത്തിലുള്ള സ്വാധീനങ്ങൾ ചെലുത്താം, സമ്മർദ്ദം ചെലുത്താം. ഭർത്താവുമായുള്ള ബന്ധം വേർപിരിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ഭർത്താവ് ശരിയായ ദിശയിലാണ് ആ പെൺകുട്ടിയെ നോക്കിയത് എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അറിവിൽ അങ്ങനെ സംസാരിക്കാൻ സാധിക്കില്ല. ഒരു ഭാര്യയും ഭർത്താവുമാകുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകാം, അവർ തമ്മിൽ അകൽച്ചയുണ്ടാകാം. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാൾ ഇടപെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒരു പക്ഷേ കൂടുതൽ കരുതൽ ഉണ്ടാകുമെന്ന് അവർക്ക് കരുതാൻ പാടില്ല.
എന്നത് എന്തിന്റെ യുക്തി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, അങ്ങനെ ഈ എന്താ പറയുക, വഴിയെ പോകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനത്തിരിക്കുന്ന പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ അയാൾ എന്നെ കരുതിക്കോളും, അയാൾ എന്നെ സംരക്ഷിച്ചോളും എന്ന് പറഞ്ഞിട്ട് അയാളുടെ പുറകെ പോയി അതിലൊരു കുഞ്ഞുണ്ടാക്കുവാനോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് ബന്ധപ്പെടുവാനോ ഒക്കെ ശ്രമിച്ചിട്ട് പിന്നീട് പിറ്റേ ദിവസം വന്ന് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അതിന് വേറൊരു കാര്യം കൂടെ പറയാം. ഒരു പെണ്ണിന് നോ പറയാൻ പറ്റും, അതിൻ്റെ ഉള്ള അധികാരമുണ്ടെങ്കിൽ ഒരാണിനും നോ പറയുവാനുള്ള അധികാരമുണ്ട്. കാരണം കൂടുതൽ അടുത്ത് ഇടപഴകുമ്പോഴേ ഈ സ്ത്രീയുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നും കുടുംബജീവിതം നയിക്കുവാൻ പറ്റില്ല എന്നും. കാരണം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടമാണ് കുഞ്ഞിനെ വേണം എന്നാണല്ലോ പറഞ്ഞു എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് പുരുഷന്മാരുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ കാര്യം കാണുകയും പോവുകയും ചെയ്യും, അതാണ് സത്യം. പക്ഷെ ഇവിടെ രാഹുൽ മാങ്കൂട്ടം ഒരു കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കുടുംബജീവിതം നയിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നിരിക്കാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് പറ്റില്ല എന്ന് കണ്ടിട്ട് അദ്ദേഹം ചിലപ്പോൾ നോ പറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറിയിരിക്കാം. അതാണ് ചോദിച്ചത്. പെണ്ണിന് നോ പറയാമെങ്കിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു എന്ന് ഇതാ ജാമ്യാപേക്ഷയിൽ പറയുന്നു അദ്ദേഹം. അതായത് ഈ യുവതി ഭർത്തൃമതിയാണ് എന്ന ബോധ്യമുണ്ട്, അതേ സമയത്ത് തന്നെയാണ് ബന്ധം പുലർത്തിയത് എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ രാഹുൽ മാങ്കൂട്ടം ഒരു പക്ഷേ ഈ വിവാഹം വേർപെടുത്തിയ ശേഷം അവരെ സ്വീകരിക്കാനായിരുന്നു എന്ന് തന്നെ കരുതുക. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ പ്രതിസന്ധിയിലേക്ക് പോകില്ല. അങ്ങനെ ഒരു വാഗ്ദാനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? ഞാൻ ചോദിട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ ഇദ്ദേഹത്തെ ചതിക്കണം വഞ്ചിക്കണ്ട എന്നുള്ള ഒരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഈ ചാറ്റും കോൾ ലിസ്റ്റും ഒന്നും എടുത്ത് സൂക്ഷിച്ച് ഭദ്രമായിട്ട് വയ്ക്കില്ലായിരുന്നു. ഈ എന്താ പറയുക, വലിയ കാലയളവൊന്നുമില്ലല്ലോ അതിനിടയ്ക്ക്. അതൊക്കെ റിക്കവർ ചെയ്യാൻ മാർഗങ്ങളുണ്ട്, മാർഗമുണ്ട് ശ്രീ അജിത് കുമാർ. അതൊന്നും അന്നേരം സൂക്ഷിക്കണമെന്നൊന്നുമില്ല. തീർച്ചയായിട്ടും ഇത് സൂക്ഷിച്ചു വെച്ചിരുന്നത് തന്നെയാണ്. അത് ഇങ്ങനെ എന്താ പറയാ, എപ്പിസോഡ് കണക്ക് നമ്മളെ സീരിയൽ ഗർഭം എന്ന് പറയുന്നത് പോലെ തന്നെ ഇങ്ങനെ ഓരോന്ന് എടുത്ത് ഇട്ട് കൊടുക്കില്ല. ഇലക്ഷൻ സമയത്തിനാണ്. ഈ ഇലക്ഷൻ സമയത്തിന് എന്തുകൊണ്ട് ഓരോ സ്ത്രീകളായിട്ട് വന്ന് എന്നെ പീഡിപ്പിച്ചു, എനിക്ക് എന്താ കുഞ്ഞുങ്ങളെ തരാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വെറും മൂന്നാം കിട അങ്ങനെയല്ല. താങ്കൾക്ക് ഈ വിഷയത്തിന്റെ ഓർമ്മ കാണില്ല എന്നതുകൊണ്ടായിരിക്കും. അതായത് കേരളത്തിലെ ഒരു യുവ നടി ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഉണ്ടാകുന്ന ഒരു പരാമർശമാണ് പുറം ലോകത്തേക്ക് ഇത് എത്തിച്ചത്. അത് മാത്രമല്ല, ഞാൻ താങ്കൾക്ക് കേൾക്കാൻ വേണ്ടി ഇതാ അതായത് കോൺഗ്രസിന്റെ ഞാൻ താങ്കളിലേക്ക് വരാം. അതൊന്നുമല്ല കോൺഗ്രസിന്റെ നേതാവ് തന്നെയായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഇന്ന് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണം താങ്കളൊന്ന് കേട്ടു നോക്കുക. അല്ല, പ്രതിപക്ഷ നേതാവിനും അന്നത്തെ KPCC പ്രസിഡന്റിനും നേതാക്കൾക്കും പരാതികൾ ധാരാളം കിട്ടി. അന്ന് ആ സന്ദർഭത്തിൽ പാർട്ടി ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ്. അല്ല, അങ്ങനെയല്ല, പാർട്ടി ഒറ്റക്കെട്ടായിട്ട് തന്നെ എടുത്ത നിലപാടാണ്. ഞാനന്ന് ഇന്ത്യയിലില്ലായിരുന്നു, ഞാൻ വെളിയിലായിരുന്നു. എന്നെ പോലും ഫോൺ ചെയ്ത് വിളിച്ചു. ശരി, താങ്കൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. പരാതികൾ നിരവധി ലഭിച്ചു എന്നാണ്. പരാതികൾ അല്ലല്ല, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതായത് ഇപ്പോൾ ഇതാ താങ്കൾ ഈ പറയുന്നത് പോലെ ഈ പെൺകുട്ടി ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ വിശ്വസിച്ചിട്ടുണ്ടാകാം. അവിടെയാണല്ലോ ഈ ഗർഭഛിദ്രത്തിലേക്ക് എത്തുന്നത്. പെൺകുട്ടിയോട് കുട്ടി വേണം എന്ന് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നിലയിലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആ സ്ക്രീൻഷോട്ടുകളൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെയും തള്ളിയിട്ടില്ല. താൻ അയച്ച മെസ്സേജ് അല്ല എന്ന് രാഹുൽ മാങ്കൂട്ടം പറയുകയാണെങ്കിൽ നമുക്ക് അതേ രീതിയിൽ പോകാം. ഇതുവരെയും രാഹുൽ മാങ്കൂട്ടം അതെന്റെ മെസ്സേജ് അല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഗർഭിണിയായിരുന്നു എന്ന കാര്യം അറിയാമെന്ന് ജാമ്യാപേക്ഷയിൽ പറയുന്നു. ഗർഭഛിദ്രം നടത്തിയെന്നറിയാമെന്ന് പറയുന്നു. ഒരു പക്ഷേ നിയമപരമായി ഇനി രാഹുലിന് രക്ഷപ്പെടണമെങ്കിൽ അത് താൻ നിർബന്ധിച്ചിട്ടില്ല എന്നാണ് പറയേണ്ടത്. അത് പറയുന്നുമുണ്ട്. എൻ്റെ ചോദ്യം, ഒരു പക്ഷേ ഈ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചപ്പോഴായിരിക്കാം തന്നോടൊപ്പമുള്ള ഒരു ജീവിതം നടക്കില്ല എന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു സാധ്യത എങ്ങനെയാണ് തള്ളിക്കളയാൻ പറ്റുക? ഈ ഗർഭം ധരിക്കണമെങ്കിൽ ആ പെൺകുട്ടിയും കൂടി ഇതിന് സമ്മതം മൂളിയിട്ടാണല്ലോ. ഏതെങ്കിലും ഒരു അവസരത്തിൽ സമ്മതം മൂളിയിട്ട് തന്നെയാണ് ഒന്നിലധികം പ്രാവശ്യം ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, ഈ കുഞ്ഞുമുണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ട് ആ കുഞ്ഞിനെ വേണ്ട എന്ന് പിന്നീട് അദ്ദേഹം പറയേണ്ടി വന്നു എന്നുള്ളത് അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. അദ്ദേഹം ഒരു കുടുംബജീവിതം ആഗ്രഹിച്ചു, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കുഞ്ഞ് വേണം എന്ന് പറഞ്ഞതിന്റെ കാരണം. അപ്പോഴും ആ യുവതി പറയുന്നുണ്ട് വേണ്ട എന്ന് പറയുമ്പോഴും ആ വിവാഹബന്ധം ഏർപ്പെടുത്തിയിട്ടില്ല എന്ന ബോധ്യമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് കേട്ടോ. അത് ഈ പെൺകുട്ടിക്ക് ഉണ്ടല്ലോ. പെൺകുട്ടി ഇതാണല്ലോ ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. പുരുഷന്മാര് എന്താ പറയാ, ഒന്നോ രണ്ടോ കുട്ടി കുറ്റക്കാരിയാണെങ്കിൽ അന്വേഷണ സംഘവും നിയമവശവും ഒക്കെ അതും ചെയ്തു കൊള്ളട്ടെ, അതിലൊന്നും കോടതിയിലേക്ക് വരട്ടെ. നമ്മുടെ ഇന്ത്യയിലെ നിയമം ദുരുപയോഗം ചെയ്യുകയാണ് ഇവിടുത്തെ സ്ത്രീകൾ. ഏറ്റവും കൂടുതൽ കേരളത്തിലെ സ്ത്രീകൾ നിയമങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഓരോ കാലയളവിൽ ഓരോ സ്ത്രീകൾ വന്ന് ഇമാതിരിയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുൻപ് സിനിമാ നടന്മാർക്കെതിരെ
അതിൽ ഇവിടുത്തെ MLA-മാരും മറ്റുള്ളവരും അല്ല, അതിൽ താങ്കൾ ദയവ് ചെയ്തത് ഉപമിക്കരുത് എന്ന് ഞാൻ ആവർത്തിക്കുന്നത് താങ്കളോട് ഞാൻ പറയുന്നു. അതായത് ബാലചന്ദ്ര മേനോനുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് പറഞ്ഞുകൊണ്ടാണ് താങ്കൾ തുടങ്ങിയത്. ഇതേ ബാലചന്ദ്ര മേനോനുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ അടക്കം നിലനിന്നിരുന്നു. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കുട്ടം ഒരു ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധിക്കെതിരെ പാർട്ടിക്ക് നിരവധിയായ പരാതികൾ ലഭിച്ചു എന്ന് പാർട്ടി നേതാക്കൾ തന്നെ പറയുന്നു. അവിടെ ഒരു അതിജീവിതയല്ല ഉള്ളത് എന്നത് താങ്കൾ മനസ്സിലാക്കുക. ഒന്നിലധികം ആളുകളുമായി ഇത്തരത്തിലുള്ള ഇടപാടുകളോ ബന്ധങ്ങളോ രാഹുൽ മാങ്കൂട്ടത്തിൽ പുലർത്തിയിരുന്നു. അവിടെയാണ് ഇത് ഏറ്റവും ഡിബേറ്റബിൾ ആകുന്നത്. ഒരു ജനപ്രതിനിധിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നിലധികം സ്ത്രീകളെ ഒരേ തരത്തിൽ സമീപിക്കുന്നു. അതിൽ ഒരാൾ മാത്രം ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നു. പരാതിയുമായി രംഗത്ത് വരാത്ത നിരവധിയായ ആളുകളെക്കുറിച്ച് മാധ്യമപ്രവർത്തകരായ ഞങ്ങൾക്കും ബോധ്യമുണ്ട്, പാർട്ടിക്കും ബോധ്യമുണ്ട്. പക്ഷേ അവരുടെ സ്വകാര്യതയെ ബഹുമാനിക്കുന്നത് കൊണ്ട് അതൊരു ഒഫീഷ്യൽ പരാതിയായി വരാത്തിടത്തോളം പുറത്തു പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു യുവ നേതാവ് എല്ലാവർക്കും മേളിലായിട്ട് വളർന്നു വരും എന്ന് മുൻകൂട്ടി കണ്ട നേതാക്കന്മാര് അദ്ദേഹത്തെ ഏത് രീതിയിലും തറപറ്റിക്കണമെന്ന് കണ്ടിട്ടാണ് ആദ്യം വേറൊരാളുമായിട്ട് നടി എന്ന് പറഞ്ഞ് കൊണ്ട് ആദ്യം ഒരാൾ രംഗത്ത് വരുന്നത്. ഇദ്ദേഹം മോശം കമന്റുകൾ അയച്ചു എന്ന് പറഞ്ഞിട്ടാണ് നിഷേധിച്ചോ രാഹുൽ? ആയിക്കോട്ടെ, പക്ഷെ തിരിച്ചും പറഞ്ഞു കാണണമല്ലോ. ഇവിടെയും ഈ പറയുന്ന യുവതിയും അങ്ങോട്ട് മെസ്സേജ് അയച്ചാണല്ലോ ചെന്നത്. രാഹുൽ മാങ്കൂട്ടം തിരിച്ച് അങ്ങോട്ട് പോയതായിട്ട് പറഞ്ഞിട്ടില്ല. അതാദ്യം മനസ്സിലാക്കണം. ഏതൊക്കെ സ്ത്രീകൾ വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരു വിവാഹം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ അത് ഇങ്ങോട്ട് വന്നപ്പോഴാണ് അദ്ദേഹം പ്രതികരിച്ചത്. എങ്കിൽ ആ പെൺകുട്ടിയും തെറ്റുകാരനാണ്. പെണ്ണിന് നോ പറയാമെങ്കിൽ ആണിനും നോ പറയുവാനുള്ള അവസരം വേണം. കൃത്യമായിട്ടും അവന്റെ ജീവിതം പാഴാക്കി കളയാൻ പറ്റില്ല. കാരണം ഇന്ന് ഒരുപാട് വിവാഹങ്ങൾ കഴിഞ്ഞിട്ട് മാസങ്ങളോ വർഷങ്ങളോ അത് ഇതിൽ തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. നിസ്സാര കാലയളവിനകത്ത് വെച്ചാണ് ആ യുവാവിനെ വഞ്ചിക്കുകയും ചതിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ആ യുവാവിനെ വഞ്ചിച്ചോ ചതിച്ചോ എന്നുള്ളത് താങ്കളല്ല തീരുമാനിക്കേണ്ടത്. ഒരാൾ ഭർത്താവായി തുടരുന്നു എന്ന് കരുതുക. ആ യുവാവ് ഈ സ്ത്രീയുമായി നല്ല ബന്ധത്തിലായിരുന്നോ? ആ യുവാവ് ഒരു ഭർത്താവ് എന്ന നിലയിലാണോ ഇടപെട്ടിരുന്നത്? അവർക്കിടയിൽ അസ്വാരസ്യങ്ങളുണ്ടോ എന്ന് താങ്കൾക്കറിയാമോ? ഡിവോഴ്സ് ആയിട്ട് വേണമെങ്കിൽ സംസാരിക്കാൻ. നിയമമാണ് പറയുന്നത്. നിയമപരമായ ഡിവോഴ്സ് ആയിട്ട് അടുത്ത വിവാഹത്തിനാണ് ചുമക്കേണ്ടത്. അടുത്ത വിവാഹത്തിനാണ്. അല്ലാതെ ഒരിക്കലും എന്താ പറയാ, ഒരാളിനെ പിരിഞ്ഞു അല്ലെങ്കിൽ ഒരാളുമായിട്ട് വാക്കുതർക്കം ഉണ്ടായി, സ്വന്തം വീട്ടിലാണേ വാക്കുതർക്കം ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത ഒരാളുമായിട്ട് പോയി കിടപ്പറ പങ്കിടുന്നതല്ല ഒരു പെണ്ണിന്റെ മാന്യത എന്ന് പറയുന്നത്. എപ്പോഴും പെണ്ണ് ഒരു മാന്യത കീപ്പ് ചെയ്യണം. അത് ആണിന് ബാധകമല്ല. ആണിനും ബാധകമാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് താങ്കൾ എന്തടിസ്ഥാനത്തിലാണ് ആണിനെ കുറ്റക്കാരനാക്കുന്നുവെങ്കിൽ ഇവിടെ അതായത് കുറ്റം ആൺ ചെയ്താൽ ആണും കുറ്റക്കാരൻ തന്നെയാണ്. താങ്കൾ ഇവിടെ രാഹുൽ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. രാഹുൽ ആർക്കും മെസ്സേജ് അയച്ചിട്ടില്ല. ഇങ്ങോട്ട് വരുന്ന മെസ്സേജ് രാഹുൽ പരിചയപ്പെട്ട ആളുകൾക്ക് അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചതിന്റെ കൃത്യമായ വിവരങ്ങൾ അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചയുടെ ഭാഗമായി ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. പക്ഷെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, അത് പൊതു സമൂഹത്തിലോ നിയമവ്യവസ്ഥയ്ക്കോ മുന്നിൽ വന്നുകൊണ്ട് ഒരു സ്ത്രീ പറയാത്തിടത്തോളം ആ സ്ത്രീകളുടെ ഐഡന്റിറ്റി താങ്കളുമായി വെളിപ്പെടുത്താനോ ഈ ചാനലിലൂടെ വെളിപ്പെടുത്താനോ ഞങ്ങൾക്ക് സാധിക്കില്ല. പക്ഷെ വളരെ കൃത്യമായി രാഹുൽ അങ്ങോട്ടേക്ക് സമീപിച്ച ഒന്നിലധികം തെളിവുകളുണ്ട്. അത് തന്നെയാണ്. ഇതേവരെ വന്നിട്ടില്ലല്ലോ. അദ്ദേഹം അങ്ങോട്ടാണ് ആദ്യം പോയിട്ടുണ്ടെന്നുള്ള ഒരു കേസിട്ട് ഇവിടെ വന്നിട്ടില്ലല്ലോ. ഇവിടെ ഈ പെൺകുട്ടിയുടെ കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പെൺകുട്ടി അങ്ങോട്ടാണ് മെസ്സേജ് അയക്കുകയും അദ്ദേഹവുമായിട്ട് ഈ പെൺകുട്ടിയുടെ വിഷയത്തിൽ മാത്രം നിന്നുകൊണ്ടല്ല പോകേണ്ടത്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിലാണ് ഈ വിഷയം മെറിറ്റാകുന്നത്. ഏതെങ്കിലും വഴിയിൽ കാണുന്ന ഒരു പുരുഷനോ ഒരു സ്ത്രീയോ തമ്മിലുള്ള വിഷയമാണെങ്കിൽ ഇതൊന്നും വലിയ ചർച്ചയ്ക്ക് വരുന്ന ഒന്നല്ല. ഇതൊരു ജനപ്രതിനിധിയാണ്. ജനങ്ങൾക്ക് മുന്നിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി സേവനം നൽകാൻ അവസരം നൽകണമെന്ന് ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെടുന്നതാണ്. പാലക്കാട്ടെ ജനങ്ങൾ രാഹുലെ താങ്കൾ മത്സരിക്കണം കേട്ടോ എന്നൊന്നും പറഞ്ഞിട്ടല്ല. ഈ സേവനം എന്ന് പറയുന്നത് നീതിയുക്തമാകണം. അതാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. നിഷ്പക്ഷമായിരിക്കും, ഏതെങ്കിലും തരത്തിൽ സ്വാധീനങ്ങൾക്ക് വഴങ്ങില്ല. അത് സ്ത്രീക്ക് മുന്നിലാണ് എങ്കിലും അവിടെയാണ് അജിത് കുമാർ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ബബില, ഇവിടെ ഇനി നടക്കാൻ പോകുന്നത് നിയമപരമായൊരു പോരാട്ടമാണ്. അവിടെ ഈ വകുപ്പുകൾ എനിക്കറിയില്ല. കാരണം ബലാത്സംഗം പോലെയുള്ള വകുപ്പുകൾ, അതായത് അജിത് കുമാർ തന്നെ ചോദിക്കുന്ന ഒന്നുണ്ട്, ഒരു സ്ത്രീയെ എത്ര തവണ ബലാത്സംഗം ചെയ്യാൻ സാധിക്കുമെന്ന്. അത് മാത്രം